ഇന്ന് മെയ് 4 തിങ്കളാഴ്ച, മേടമാസം 21, ദുൽഖഅദ് 17. ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ നമ്മുടെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലം രാവിലെ തന്നെ വോട്ടെണ്ണി തുടങ്ങും. ഒരു 11 മണിയാകുമ്പോഴേക്കും ഏകദേശം ആരൊക്കെ ജയിച്ചു ആരൊക്കെ തോറ്റു എന്ന് അറിയാൻ പറ്റും. ആരാണ് അടുത്ത MLA എന്ന് നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും അറിയും. ഉച്ച തിരിഞ്ഞ് 3 മണിയാകുമ്പോഴേക്കും ഏകദേശം വോട്ടെണ്ണി കഴിയും. 3 ആകുമ്പോഴേക്കും കേരളം ആരാണ് ഭരിക്കുക, ആരാണ് മുഖ്യമന്ത്രി എന്ന് നമുക്ക് പൊടുന്നനെ അറിയാൻ പറ്റും. എല്ലാവരും TV-ൻ്റെ മുമ്പിലും മൊബൈലിൻ്റെ മുമ്പിലും കാവലിരിക്കുകയാണ്. ആലത്തൂർ വട്ടാരത്തും ഇന്നലെ മോന്തിയാകുമ്പോൾ പരക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ചൂടിന് ലേശം ശമനം കിട്ടിയിട്ടുണ്ട്. വേർത്ത് ഒഴുകണ അവസ്ഥയായിരുന്നു. മുതുകും മുകറൊക്കെ വെള്ളം ഒലിച്ചിറങ്ങണ അവസ്ഥയിലായിരുന്നു ഇത്രയും ദിവസം ഉണ്ടായിരുന്നത്. ലേശം സമാധാനം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണത് കൊണ്ട് വിസർത്ത് കുളിക്കുകയാണ് എല്ലാവരും ചെയ്യണത്. കിടക്കണ അവിടെ ഇരിക്കണ അവിടെയൊക്കെ നിറച്ചും വെള്ളം വിസർത്ത് ഒലിച്ചിറങ്ങണതുകൊണ്ട് കാറ്റാടി ഉണ്ടായിട്ടും വിസറി ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൊടുമയായ ചൂട് കാരണം പകൽ വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കഴിയണില്ല. കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോണതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളിയിലെങ്കിലും കാറ്റ് കിട്ടും. ഇപ്പോൾ പാമ്പിൻ്റെ ശല്യം കാരണം വീടുകളിൽ ജനലും വാതിലും തുറന്നിടാൻ പറ്റുന്നില്ല. നാടിൻ്റെ പല ഭാഗത്തും വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ടുള്ള പാമ്പുകൾ കടിച്ചിട്ട് കുറേ പേരൊക്കെ മരിച്ചിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളടക്കം മരിച്ചു. അത് വളരെ സങ്കടമായിട്ടുള്ള കാര്യമാണ്. ആലത്തൂരും വട്ടാരത്തും കണ്ടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഒടിഞ്ഞു പോയി. കുളങ്ങളും പുഴകളൊക്കെ വറ്റി വരണ്ടിട്ട് ആൾക്കാർക്ക് കുടിവെള്ളത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും വെള്ളം കിട്ടണില്ല. കൊയ്ത്ത് തുടങ്ങി പലവണയും കണ്ടങ്ങൾ കാലിയായി. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് നെൽകർഷകർ. ഇപ്പോൾ കൊയ്യാനൊക്കെ മെഷീൻ ഇറങ്ങിയിട്ടാണ് കൊയ്യന് കണ്ടങ്ങൾ. ചേറും ചളിയിൽ ഇറങ്ങുന്നതുമുണ്ട്, പക്വല അതിൽ തന്നെ മുറിച്ചിടുന്നതുമുണ്ട്. അങ്ങനെ കൊടുമയായ വെയിലത്തും പണിക്കാർ വെയിലും ചൂടൊന്നും വകവയ്ക്കാണ്ട് പണിയെടുക്കുന്നുണ്ട്. ആലത്തൂർ ഹോട്ടലുകളൊക്കെ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇന്നലെ ആലത്തൂർ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. മമ്മാസിയാവുദ്ദീൻ ഉൾപ്പെടുന്ന കുറേ ആൾക്കാർ ഒസ്കനെ ഗ്യാസ് കുറ്റിക്ക് വില കൂട്ടിയതിൽ പ്രതിഷേധിച്ചിട്ട് ആലത്തൂരിലെ ചായപ്പൊടിയക്കാരും വലിയ ഹോട്ടലുകാരൊക്കെ പ്രതിഷേധ പ്രകടനം നടത്തി. ഒസ്കനെ 1000 ഉറുപ്പ്യാണവേ ഗ്യാസ് കുറ്റിക്ക് കൂട്ടിയത്. അല്ലെങ്കിൽ താങ്ങുള്ള വില ഉയർന്നതിൻ്റെയും അതുകൊണ്ട് പണിക്കാരൻ്റെ കൂലിയും ഒക്കെ കൂടി കണക്കാക്കുമ്പോൾ ചായക്കും വടയ്ക്കും ഇപ്പോൾ 12 ഉറുപ്പ്യാണ് വാങ്ങുന്നത്. ഇനി അത് 15 ഉറുപ്പ്യ വാങ്ങാണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഹോട്ടലുകാർ പറയണത്. 15 ഉറുപ്പ്യ കൊടുത്ത് ചായയും കുടിച്ച് വടയും കുടിച്ച് വരണമെങ്കിൽ പോക്കറ്റിൽ നിന്ന് 2 വലിയ നോട്ടുകൾ കൊടുക്കേണ്ട അവസ്ഥയാണ് പറയുന്നത്. പാലിനും ഇനി മുരുക്കന വില കൂടുന്നാണ് പറയുന്നത്. 26 ഉറുപ്പ്യൻ്റെ പാല് 29 ഉറുപ്പ്യ 28 ഉറുപ്പ്യൊക്കെ ആവുമെന്ന് പറയുന്നുണ്ട്. മിക്കവാറും തിരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ ഉടനെ കൂട്ടുന്നാണ് മിൽമക്കാർ പറഞ്ഞു വരുന്നത്. അപ്പോൾ പിന്നെ ചായക്ക് പിന്നെയും വില കൂടുമെന്ന് സംശയിക്കുന്നുണ്ട്. ഹോട്ടൽ ആവശ്യത്തിനുള്ള ഗ്യാസിന് 990 ഉറുപ്പ്യ കൂട്ടി പലരും വിഷമത്തിലാണ്.
ഇനി എണ്ണക്കടികൾക്കും ചായക്കൊക്കെ വില കൂട്ടാതിരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ പാലക്കാടും ഭാഗത്തുമൊക്കെ 15 റുപ്യ മേടിക്കുന്നുണ്ട്. ആലത്തൂർ ഇപ്പോഴും 12 റുപ്യാണ് മേടിക്കുന്നത്. ഇനി പെട്രോളിനും ഡീസലിനും വില കൂടും. തിരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് അതായിരിക്കും എന്നാണ് പറയുന്നത്. ലിങ്ക് റോഡിൻ്റെ അടുത്തുള്ള കൾവർട്ട് നിർമ്മാണത്തിൽ 2 തുമ്പും കൂട്ടി യോജിപ്പിച്ചിട്ടില്ല. 2 ഭാഗത്തും അരുവുമൊക്കും യോജിപ്പിക്കാത്തത് കൊണ്ട് അരികു ചേർന്ന് പോണ വണ്ടികൾ ഓളച്ചാലിൽ വീണ് ആൾക്കും വണ്ടിക്കും കേടുപറ്റാനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടുന്നുണ്ട് നാട്ടുകാർ. മാത്രമല്ല ഭയങ്കരമായ നാറ്റം അനുഭവപ്പെടുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന വെള്ളം കാരണം ടിച്ച് വെള്ളം അവിടെ വീണ് കിടക്കുകയാണ്. അത് എവിടേക്കെങ്കിലും ഒലിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഇപ്പോഴും ആയിട്ടില്ല. ആ പാലം പണി ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അരികുമൊക്കും ചേർത്തി കെട്ടി അടച്ചുറപ്പാക്കുകയാണെങ്കിൽ ഇത്രയും ഇടങ്ങേറുണ്ടാവില്ല എന്നാണ് അടുത്തുള്ള പീഡിയക്കാരൊക്കെ പറഞ്ഞു വരുന്നത്. ലിങ്ക് റോഡ് ഇപ്പോൾ പൊതുവെ വൃത്തിയും വെടുപ്പും ഉണ്ടെങ്കിലും ഈ അപ്രോച്ച് റോഡ്, അതായത് ഈ അടിയിൽ ചെറിയൊരു പാലം പണിതിട്ടുണ്ടായിരുന്നു പാതൻ്റെ കുറുക്കെ കൂടെ. അതിൻ്റെ 2 സൈഡും കൂടി ഓരിസ് പോലെ പണിതാൽ വലിയ ഉപകാരമായി എന്നാണ് എല്ലാവരും പറയുന്നത്. കൊടുമയായ ചൂട് സഹിക്കാൻ പറ്റണില്ല. അടിയിൽ വേനൽ മഴ പെയ്തെങ്കിലും ചൂടിന് കുറവൊന്നുമില്ല. ആലത്തൂരും പരിസരത്തും ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണത് വല്ലാത്ത ഇടങ്ങേറായിട്ടുണ്ട്. നമ്മുടെ ആലത്തൂരിൽ നിന്ന് ബൊമ്മണൂർക്ക് പോണ പുഴപ്പാലം വളരെ ശോചനീയാവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങി. അടിയിൽ നോക്കിയപ്പോഴാണ് പാലത്തിൻ്റെ അടിയിൽ അതിൻ്റെ തൂണ് ബന്ധിപ്പിച്ചിട്ടുള്ള ഭാഗത്ത് കമ്പിയൊക്കെ ഇളകി സിമൻറ്റിൻ്റെ പാളിയൊക്കെ അതിന്ന് അടർന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നത്. പുറത്തേക്ക് നോക്കുമ്പോൾ കേടില്ലെങ്കിലും ആ പാലത്തിന് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കരമായ കനമുള്ള വലിയ ടോറസ് ലോറികൾ തിരിച്ചും മറിച്ചും പോണത് കൊണ്ട് പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള റോഡുകളൊക്കെ കേട് വന്നിട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. അവർ വാക്കാണുണ്ടാക്കി. അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയപ്പോൾ പാതിക്കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ചെറിയ വണ്ടികളൊക്കെ പോകുമ്പോൾ കുഴിപ്പെട്ട് പൊത്തക്കടി വന്ന് വീഴുന്ന അവസ്ഥയാണ് കാണുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ സമരം ചെയ്തതിൻ്റെ ഫലമായിട്ട് ടാറൊക്കെ ഇട്ട് റോഡൊക്കെ സൂപ്പറാക്കിയിട്ടുണ്ട്. എന്നാലും പാലത്തിൻ്റെ കൈവരികളൊന്നും ഇപ്പോഴും ശരിയാക്കിയിട്ടില്ല. രാത്രി കാലങ്ങളിൽ അതിൽ കൂടെ വണ്ടികൾ പോകുമ്പോഴും വരുമ്പോഴും ഓരം ചേർന്ന് പോയ പുഴൻ്റെ ഉള്ളിലേക്ക് വീണ അവസ്ഥയാണ് പറയുന്നത്. കൈവരികൾ പൊക്കം കൂട്ടുകയും അടച്ചുറപ്പുള്ള രീതിയിൽ അത് കെട്ടി ഓരിസാക്കണം എന്നാണ് നാട്ടുകാർ പറഞ്ഞു വരുന്നത്.